മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ 2013 ആണ്ടിലെ കാതോലിക്ക ദിനം മാർച്ച് മാസം 17-ാം തീയതി ആഘോഷിക്കുകയാണ്. എല്ലാ വർഷവും സഭാദിനവും അതുപോലെ തന്നെ കാതോലിക്കേറ്റ് ദിനവും ആഘോഷിക്കുന്ന പതിവ് നമുക്കുണ്ട്. 2012 നവംബർ മാസം 25-ാം തീയതി മലങ്കര സഭയിൽ സ്ഥാപിച്ച കാതോലിക്കേറ്റിൻ്റെ ശതാബ്ദി ആഘോഷം പ്രൗഢഗംഭീരമായി നടത്തപ്പെട്ട വിവരം നമുക്ക് അറിവുള്ളതാണ്. എല്ലാ വർഷവും വലിയ നോമ്പിലെ 36-ാം ഞായറാഴ്ച കാതോലിക്ക ദിനമായി ആഘോഷിക്കണമെന്ന് പൂർവിക പിതാക്കന്മാരെ ആലോചിച്ച് നിശ്ചയിച്ച് അത് വർഷങ്ങളായി നടത്തി വരികയാണ്. അന്നേ ദിവസം പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. കാതോലിക്ക സ്ഥാനം എന്ന് പറയുന്നത് സഭയുടെ തദ്ദേശീയതയും അതുപോലെ തന്നെ സ്വയം ശീർഷകത്വവും സ്വാതന്ത്ര്യവും ഒക്കെ വിളിച്ചറിയിക്കുന്ന ചിന്തകൾ നമ്മുടെ മനസ്സിൽ ശക്തമാകണം. ഒരു പരമാധികാര സഭ എന്ന സ്ഥാനമാണ് നമുക്കുള്ളത്. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിലാണ് സഭയുടെ പ്രധാന അധ്യക്ഷൻ ഉപവിഷ്ടനായിരിക്കുന്നത്. 1912 കാതോലിക്കേറ്റ് ഇവിടെ സ്ഥാപിതമായത്. അപ്പോൾ ഒരു കാതോലിക്ക ദിനം എന്ന് പറയുന്നത് സഭയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വളർച്ചയ്ക്ക് സ്വാതന്ത്ര്യത്തിന് എല്ലാം ശക്തമായ പിന്തുണ നൽകുന്ന ഒരാശയമാണ്. ഈ കാതോലിക്ക ദിനത്തിൽ തന്നെ നാം പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി ഒരു ധനശേഖരണം നടത്താറുണ്ട്. കഴിഞ്ഞ വർഷം 4 കോടി രൂപ പിരിച്ചെടുക്കുവാൻ നമ്മൾ ആഗ്രഹിച്ചു. അതിനായി നമ്മുടെ വിശ്വാസികൾ, ഇടവക ജനങ്ങൾ വളരെ നല്ല നിലയിൽ തന്നെ അതിൽ സഹകരിക്കുകയും ആ ടാർഗറ്റ് പൂർത്തിയാക്കുവാൻ ഇടയാകുകയും ചെയ്തു. ഈ വർഷം അത് 5 കോടി പിരിച്ചെടുക്കണമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. സഭയുടെ പ്ലാനിംഗ് കമ്മിറ്റിയും അതുപോലെ തന്നെ വർക്കിംഗ് കമ്മിറ്റിയും പരിശുദ്ധ സുന്നക ദിവസവും ഒക്കെ അത് ആലോചിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ള തുകയാണ്. ഈ കാതോലിക്ക ദിനത്തിൻ്റെ പ്രത്യേകതയായിട്ട് നമ്മൾ കാണേണ്ടത് പരിശുദ്ധ സഭയുടെ നിലനിൽപ്പിന് വേണ്ടി ഓരോ ഇടവക അംഗവും അതിൽ പങ്കാളിയാകണം. ആ പങ്കാളിയാകുന്നത് അവരവർക്ക് നിശ്ചയിച്ചിട്ടുള്ള തുക നൽകിക്കൊണ്ട്, ഒരുപക്ഷെ നാം ഈ ധനം നൽകുന്നത് മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് കരുതുന്നത് ശരിയല്ല. എന്നാൽ പരിശുദ്ധ സഭയുടെ വളർച്ചയ്ക്ക്, അതിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ നിലനിൽപ്പിന്, അതിൻ്റെ വികസനത്തിന്, പുരോഗമനത്തിന് ഒക്കെ ഈ ധനശേഖരണവും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനവും ഏറ്റവും അനിവാര്യമായിരിക്കുന്നു. അതുകൊണ്ട് 2013 ഈ മാർച്ച് മാസം 17-ാം തീയതി ഞായറാഴ്ച പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി എല്ലാ ഇടവകകളിലും പ്രത്യേകമായിട്ട് പ്രാർത്ഥനകൾ നടത്തണം. അതുപോലെ തന്നെ ഓരോ കുടുംബവും ഓരോ ദിവസത്തെ ശരാശരി വരുമാനത്തിൻ്റെ ഒരു തുക നിശ്ചയിക്കുന്നതിനെക്കുറിച്ചുള്ള ചില മാനദണ്ഡങ്ങൾ കാതോലിക്ക അതിന് ആഘോഷിക്കണമെന്ന് പറഞ്ഞ് ഓരോ ഇടവയിലേക്കും അയച്ചിട്ടുള്ള കൽപ്പനകളിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതനുസരിച്ച് ഈ സഭയുടെ ആവശ്യത്തിന് വേണ്ടി അത് വിശ്വാസികൾ നൽകുവാൻ തയ്യാറാകണം. അതുപോലെ തന്നെ 2000 വർഷത്തെ പഴക്കമുള്ള പൗരാണികമായ ഒരു സഭയാണ് നമ്മുടേത്. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായാണ് ഈ സഭയെ സ്ഥാപിച്ചത്. ഇടക്കാലങ്ങളിലെ 17-ാം നൂറ്റാണ്ടിൽ വന്നപ്പോഴേക്കും വൈദേശിക മേധാവിത്വത്തിന് ഈ സഭ അടിമപ്പെടേണ്ടി വന്നു. എന്നാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദത്തിൽ പരിശുദ്ധ സഭ വൈദേശിക മേധാവിത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് അത് ഒരു സ്വയം ശീർഷകത്വമുള്ള സഭയായിട്ട് മുന്നേറുകയാണ്.
അതുകൊണ്ട് ഈ അടുത്ത ഞായറാഴ്ച പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധ സഭയുടെ സ്വാതന്ത്ര്യം നിലനിൽക്കാൻ വേണ്ടി പ്രവർത്തിക്കുക. അതിൻ്റെ വെല്ലുവിളികളെ നേരിടുക. ആത്മീകവും ഭൗതികവുമായ എല്ലാ വെല്ലുവിളികളും നേരിട്ടേ മതിയാകൂ. അതോടൊപ്പം തന്നെ പരിശുദ്ധ സഭയുടെ പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതകൾക്ക് ഒക്കെ കാതോലിക്ക ദിന നിധി ശേഖരണത്തിൽ എല്ലാവരും സഹകരിക്കണം. പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിച്ച് ഞാൻ വാക്കുകളിലൂടെ സംഹരിക്കുന്നു.